എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലൈഫിൽ എപ്പോഴും അൺസേർട്ടൺ ആയിട്ട് നിൽക്കുക. അപ്പോൾ നാളെ എന്താകും, അടുത്ത നിമിഷം എന്താകും, അപ്പോൾ അതിൻ്റെ ഒരു ഭാവിയെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന അവസ്ഥ. നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ നമുക്കൊരു ജീവിതം സുരക്ഷിതമല്ല, ഭാവി എപ്പോഴും ഭയപ്പെടുത്തുന്ന അവസ്ഥ. ഇതിന് നമുക്ക് നല്ല ഒരു രീതിയിലൊരു തെറാപ്പിയാണ് നമുക്ക് ലൂസിഡ് ഡ്രീം വഴി നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ നമ്മൾ ലൂസിഡ് ഡ്രീം മെഡിറ്റേഷൻ പോലെ അത്ര പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റില്ല. 10-30 ദിവസമെങ്കിലും നല്ലൊരു ശ്രമം ചെയ്യേണ്ടതായിട്ട് വരും. മൈൻഡ് അതിനനുസരിച്ച് നമ്മൾ പല വിധത്തിൽ ഇതിനെക്കുറിച്ചുള്ള ബുക്കുകളെല്ലാം വായിക്കണം. ഞാനിതിൻ്റെ ട്രെയിനിങ് ഇപ്പം ഓൺലൈനിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഇതിപ്പോൾ ഓൾറെഡി പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ ഒരു ദിശയും ഒരു ആത്മവിശ്വാസവും എല്ലാം നിങ്ങൾക്കിത് ലഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്കത് ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഇങ്ങനൊരു അവസരത്തിൽ അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലേ. അപ്പോൾ നമുക്ക് സ്വപ്നത്തിലാണെങ്കിൽ ലൂസിഡ് ഡ്രീമിങ്ങിനകത്ത് പല വഴികൾ നമുക്ക് പരീക്ഷിക്കാം നമുക്ക്. അപ്പോൾ നമുക്കവിടെ ഒരു യഥാർത്ഥമായ തീരുമാനം എടുക്കാൻ നമ്മളെക്കൊണ്ട് പറ്റുന്നില്ലേ. അപ്പോൾ നമുക്ക് ജോലിപരമായ സ്ഥിരതയില്ലേ, ആശങ്കയിലാണോ നമ്മുടെ, അതല്ലെങ്കിൽ നമുക്കത് കാണാൻ പറ്റുന്നില്ലേ, ഇല്ലെങ്കിൽ നമുക്കത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ലേ, നമ്മുടെ ബന്ധങ്ങളിൽ നമുക്ക് സ്ഥിരതയില്ലാതെ വരുന്നുണ്ടോ, സാമ്പത്തികമായ ഒരു അനിശ്ചിതത്വം ഇങ്ങനെ നമ്മളെ അലട്ടുന്നതാണ് നമുക്ക്. അപ്പോൾ അതൊക്കെ നമുക്കൊരു കാര്യം ചോദിച്ചാൽ നമുക്ക് സ്വപ്നത്തിൽ വെച്ച് നമുക്കിതിനെ നന്നായിട്ട് ഡിസിപ്ലിൻ ചെയ്യാം. നമുക്ക് ഈ മണി ഹാബിറ്റൊക്കെ നല്ലതുപോലെ നമുക്ക് ലൂസിഡ് ഡ്രീമിങ്ങിനകത്ത് നമുക്ക് അനുഭവിക്കാം. ലൂസിഡ് ഡ്രീമിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൂസിഡ് ഡ്രീം സ്വപ്നം കാണുമ്പോൾ നമുക്കറിയാം സ്വപ്നമാണ് കാണുന്നത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ അതിന് മുമ്പ് നമ്മൾ കൃത്യമായ ശക്തമായ ഇൻറ്റൻഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് ആണ് നമ്മൾ കാണുന്നത് എന്താ വേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം മാത്രമായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അവിടെ നമുക്ക് കൃത്യമായൊരു സാമ്പത്തിക നിയന്ത്രണം അല്ലെങ്കിൽ തെറ്റായ തീരുമാനം എടുക്കുക എന്നുള്ളൊരു ഭയമുള്ളത് കൊണ്ട് തന്നെ അതിന് പകരം നമുക്ക് കൃത്യമായ ഫലങ്ങൾ നമുക്ക് വരുന്ന രീതിയിൽ ഒരു യഥാർത്ഥത്തോടു കൂടി നമുക്ക് ക്ലാരിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിതം വളരെ പ്രെഡിക്റ്റബിളായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് സ്വപ്നത്തിലാകുമ്പോഴത്തേക്കും നമുക്ക് ലൈഫിലുള്ളതെല്ലാം നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്ത് ഒരു കാമായിട്ടുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു സെർട്ടനിറ്റി ഉള്ളൊരു മൈൻഡ് സെറ്റ്, എന്തും സ്ഥിരത. അപ്പോൾ പുതിയ അവസരങ്ങൾ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ സ്വപ്നത്തിൽ വെച്ച് നമ്മൾ റിസ്ക് എടുത്ത് അത് പ്രാക്ടീസ് ചെയ്ത് ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് നമുക്കത് വിജയിച്ച് കണ്ടതിന് ശേഷം സിമുലേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്ന പോലെ നമ്മൾ കണ്ടതിന് ശേഷം ഭാവി നന്നായിട്ട് പ്ലാൻ ചെയ്ത് സ്ട്രക്ചറലായിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് നമുക്ക് ഇപ്പോൾ യഥാർത്ഥമായിട്ടുള്ള രീതിയിൽ ഓർഗനൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, സാൻസി യൂണിവേഴ്സിറ്റി, UK-യിലുള്ളതാണ്. എമ്മ പീറ്റേഴ്സ് എന്ന് പറഞ്ഞ ലേഡി, അവർ 2023 ഇതിനെക്കുറിച്ച് അവർ പഠിച്ച് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത്. നിങ്ങൾക്കത് വേണമെങ്കിൽ റെഫർ ചെയ്തെടുക്കാം അവിടെ. അപ്പോൾ നമുക്കൊരു ലൂസിഡ് ഡ്രീം ചെയ്യുക വഴി അവർ പറയുന്നത്, അവരുടെ റിസർച്ചിനകത്ത് തെളിഞ്ഞത് നമുക്ക് ലൈഫിലുള്ള കാര്യമെല്ലാം നമുക്ക് സ്ട്രക്ചറലാക്കാനായിട്ട് പറ്റും. നമുക്ക് ഒരു സ്ട്രോങ് ക്രിയേറ്റീവ് പവർ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ നമുക്ക് നമ്മുടെ കപ്പാസിറ്റി നമുക്ക് ഒരുപാട് ഇരട്ടിയായിട്ട് എൻഹാൻസ് ചെയ്ത് പൊട്ടൻഷ്യാലിറ്റി നമുക്ക് ഒരുപാട് എൻഹാൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് അവരുടെ പഠനങ്ങളിൽ പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ആത്മവിശ്വാസം കുറവാണോ, സ്വപ്നത്തിൽ നമുക്ക് ഒരുപാട് വിജയ അനുഭവങ്ങൾ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് പറ്റും. നമുക്ക് സെൽഫ് ബിലീഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ജീവിതം എൻ്റെ നിയന്ത്രണത്തിലല്ല, എൻ്റെ കൈവിട്ട് പോയതാണ്, അതിന് പകരം നമുക്ക് സ്വപ്നത്തിൽ അതിനെ കൃത്യമായിട്ട് അത് നിയന്ത്രണത്തെ കൊണ്ട് നമുക്കത് അനുഭവിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു യഥാർത്ഥത്തിലൊരു സ്റ്റെബിലിറ്റി നമുക്ക് ലഭിക്കാനായിട്ട് നമുക്കൊരു പരീക്ഷണമോ ഇൻ്റർവ്യൂവോ ഒക്കെ നമുക്ക് പേടിയാണ്. ഇങ്ങനെയുണ്ടെങ്കിൽ നമുക്കതൊക്കെ പല പ്രാവശ്യം വലിയ ഇൻ്റർവ്യൂ, നമുക്ക് IAS പോലുള്ള ഇൻ്റർവ്യൂ പോലും ഒരുപാട് പ്രാവശ്യം നമുക്ക് റിഹേഴ്സ് ചെയ്യാനായിട്ട് സ്വപ്നത്തിൽ വെച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു യഥാർത്ഥത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്യാം. നമുക്ക് എക്സാമിനകത്തോ ഏതിനകത്താണെങ്കിലും കലാപരമായിട്ടൊക്കെ നമുക്ക് പെർഫോം ചെയ്യാം, സിനിമ അഭിനയിക്കുന്ന ആൾക്കാരോ. അപ്പോൾ മാറ്റങ്ങൾ നമുക്ക് ഏറ്റെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഒരു സിനിമ നമുക്ക് നമ്മൾ തന്നെ തുടങ്ങി അത് വിജയിപ്പിക്കാൻ നമ്മളെക്കൊണ്ട് പറ്റുമോ? അപ്പോൾ അവിടെ നമുക്ക് നല്ല ഭയമുണ്ട്, പൈസയില്ല, അറിവ് കുറവുണ്ട്. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം, തുടർച്ചയായിട്ടുള്ള ലൂസിഡ് ഡ്രീമിങ്ങിനകത്ത് ഒരുപാട് ദിവസങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് സ്വയം നമ്മൾ സിനിമ ഇറക്കുന്നതായിട്ടെല്ലാം കണ്ട് നമ്മുടെ ആശയത്തെ സ്വപ്നത്തിലൂടെ നമുക്ക്
അഡാപ്റ്റേഷൻ നടത്തി അഭ്യാസം നടത്തി അത് നമുക്ക് വേണ്ട വിധത്തിൽ ഫ്ലെക്സിബിളാക്കി അതിനെ വളർത്തിക്കൊണ്ടുവന്ന് ആശങ്കയില്ലാത്ത രീതിയിൽ ഒരു വളരെ പീസ്ഫുള്ളായിട്ട് ഒരു കോൺഫിഡൻസ് ഉള്ള രീതിയിൽ കൊണ്ടുവന്ന് പിന്നെ നമുക്ക് വിജയത്തിൻ്റെ ഒരു ഇത് നമുക്ക് മനസ്സിൽ പാകി അത് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് ആങ്സൈറ്റി അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ആങ്സൈറ്റി ഇപ്പം പിന്നെ വണ്ടി ഓടിക്കാനുള്ള ആങ്സൈറ്റി പ്രശ്നമുണ്ട്, പലയിടത്തും പെർഫോം ചെയ്യാനുള്ള ആങ്സൈറ്റി പ്രശ്നമുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്നതിനകത്ത് സെക്ഷൽ ആങ്സൈറ്റി നേരിട്ടിട്ട് വിവാഹ ബന്ധത്തെ വളരെ പ്രധാനമായിട്ടത് ബാധിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെയൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വപ്നത്തിൽ ഒരുപാട് പ്രാവശ്യം റിവേഴ്സ് ചെയ്യാം, വീണ്ടും വീണ്ടും റിവേഴ്സ് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്കൊരു പിന്നെ യഥാർത്ഥ റിസൾട്ട് നമുക്ക് നമ്മുടെ മനസ്സിലങ്ങോട്ട് ഉപബോധ മനസ്സിലും ബോധ മനസ്സിലും ബോധ്യമായതിനു ശേഷം നമുക്കതിൽ വെഞ്ചർ ചെയ്യാം. കരിയറൊക്കെ നമ്മളെ കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആൾക്കാർ, റോളിനെക്കുറിച്ച് നമുക്ക് സംശയത്തിൽ നിൽക്കുന്നതിനെ സംബന്ധിച്ച് അവിടെയൊക്കെ നമുക്ക് ക്ലിയർ ഡയറക്ഷൻ നമുക്ക് ലൂസിഡ് ഡ്രീമിങ്ങിൽ എടുക്കാനായിട്ട് പറ്റും. നമുക്കൊരു ജീവിതത്തിൽ സുരക്ഷിതത്വം കുറവാണ്, സ്വപ്നത്തിൽ നമുക്ക് കാര്യമായ സുരക്ഷിതത്വം നമുക്ക് ആർജിച്ച് ഒരു ഇന്നർ സെക്യൂരിറ്റി 100% ഉറപ്പ് വരുത്തിക്കൊണ്ട്, അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രോബ്ലംസ് വരുമോ, അപ്പോൾ ഈ പ്രോബ്ലംസ് നമ്മളെ നേരിടുമോ, നമുക്ക് ലോസ് വരുമോ, ഉണ്ടാക്കി വെച്ചൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ, അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് ആ പ്രോബ്ലത്തിനൊക്കെ നമുക്ക് പരിഹാരങ്ങൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് നമ്മളിൽ തന്നെ ഒരുപാട് റെസീലിയൻസ് വരുത്തി പരാജയം ഒരിക്കലും സംഭവിക്കാൻ ഒരു കാരണമില്ലാത്ത രീതിയിൽ നമുക്ക് ലോസ് പ്രൂഫ് ആക്കിയതിന് ശേഷം പല കാര്യങ്ങളും ചെയ്യാം. ഔട്ട്കം നമുക്ക് യഥാർത്ഥത്തിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വളർത്തിക്കൊണ്ട്, അപ്പോൾ സാമ്പത്തിക തീരുമാനങ്ങൾ ഒരു ചെറിയ സംശയം പോലും ഇല്ലാതെ, സ്പെൻഡിങ് ചോയ്സസ് ഒക്കെ നമുക്ക് സിമുലേഷൻ നടത്തിക്കൊണ്ട്, ഒരു ബെറ്റർ ജഡ്ജ്മെൻറ്റ് നടത്തിക്കൊണ്ട്, ഒരു ജീവിതത്തിൽ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട്, ഒരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട്, അപ്പോൾ ഡയറക്ഷൻ നമുക്ക് ഉറപ്പ് വരുത്തിക്കൊണ്ട്, അപ്പോൾ നമുക്കൊരു ജോലി നഷ്ടപ്പെടുമോ ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമുക്കൊരു സ്വപ്നത്തിൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് പാത്തുകൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, പ്രിപ്പയർനെസ് നമുക്ക് കൊണ്ടുവരാം, ഫ്യൂച്ചർ റിലേഷൻഷിപ്പ് നമുക്ക് ഭംഗിയായിട്ട് കൊണ്ടുവരാൻ നമുക്ക്, അപ്പോൾ ഒരു ഹെൽത്തി ബോണ്ടിങ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമുക്കൊരു ട്രസ്റ്റ് വളർത്തിയെടുക്കാനായിട്ട്, പൂർണ്ണമായിട്ട് നമുക്ക് ട്രസ്റ്റ് വളർത്തിയെടുക്കാനായിട്ട്, വലിയ തീരുമാനങ്ങൾ നമുക്ക് എടുക്കാനായിട്ട്, അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട്, അവിടെ നമുക്ക് എക്സ്ട്രാ ഓർഡിനറി കോൺഫിഡൻസ് വരുത്താനായിട്ട്, എക്സ്ട്രാ ഓർഡിനറി സെർട്ടനിറ്റി, നമുക്ക് സ്വപ്നം പോലുള്ളതിനൊക്കെ നമുക്ക് പലപ്പോഴും നമുക്ക് ഉറങ്ങാൻ പറ്റാതെ വരുന്ന അവസ്ഥ, അതിന് പകരം നമുക്ക് അവിടെ റിലാക്സേഷന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക്, പിന്നെ നമുക്ക് നമ്മൾ മൈൻഡ് പവറിലൊക്കെ ഉപയോഗിക്കുന്ന NLPയിലൊക്കെ ഉപയോഗിക്കുന്ന ആങ്കറിങ് ടെക്നിക്ക്, നമ്മളൊരു വികാരത്തിൽ കൊണ്ട് കെട്ടിയിടാനായിട്ട്, സ്ലീപ്പ് ക്വാളിറ്റി നമുക്ക് ഒരുപാട് ഉയർത്താനായിട്ട്, പുതിയ ജീവിതഘട്ടം നടത്താനായിട്ട്, പലപ്പോഴും മൈൻഡ് പവറിൻ്റെ പല മെത്തേഡുകൾ ആൾക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവരെ കൊണ്ട് പറ്റാഴികയുണ്ട്. മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമുക്കിത് ഉറങ്ങുന്ന ഏതായാലും നമുക്ക് ഉറക്കം ചെയ്തല്ലേ പറ്റുള്ളൂ. അതോടുകൂടി തന്നെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ട് ആ അനുഭൂതിയിൽ കിടന്നുകൊണ്ട് നമുക്ക് ഉറങ്ങാമല്ലോ. അപ്പോൾ നമുക്ക് അവിടെ പ്രോബബിലിറ്റി വർദ്ധിപ്പിക്കാനായിട്ട്, നമുക്ക് പ്രെഡിക്റ്റബിലിറ്റി നമുക്ക് കൊണ്ടുവരാനായിട്ട്, നമ്മൾ സ്ട്രെസ്സുകൾ തീരെ ഇല്ലാതാക്കാനായിട്ട്, ഒരു കാം സിനാരിയോ സൃഷ്ടിക്കാനായിട്ട്, അപ്പോൾ ഇങ്ങനെ നമുക്ക് ശാന്തമായ മനസ്സ്, ഭയങ്കര കറേജിയസ് ആയിട്ടുള്ള, അപ്പോൾ സ്വപ്നത്തിൽ നമുക്ക് സ്കില്ലുകൾ ഒരുപാട് ഡെവലപ്പ് ചെയ്യാം. പഠനങ്ങൾ കാണിക്കുന്നുണ്ട് സ്കില്ലുകൾ ഒരുപാട് നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്ന, സെൽഫ് ട്രസ്റ്റ് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട്, അപ്പോൾ ഫാമിലിയുടെ ഫ്യൂച്ചർ, ഇണയുമായിട്ടുള്ള ഫ്യൂച്ചർ, ആശങ്കകൾ, സുരക്ഷിതമായ കുടുംബജീവിതം, കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് സ്റ്റെബിലിറ്റി, പ്രചോദനം ഇതൊക്കെ വരുത്താനായിട്ട്, ഫ്യൂച്ചർ പ്ലാനിങ് ചെയ്യാനായിട്ട്, നമുക്ക് ടൈം ലൈനുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ യഥാർത്ഥ ആക്ഷൻ നമ്മൾ നടത്തി പല പ്രാവശ്യം നോക്കിയതിന് ശേഷം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫെയിലിയർ ഉണ്ടാവുമോ എന്നുള്ളത്, അപ്പോൾ അങ്ങനെ അതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഒരു റിക്കവറി പ്രാക്ടീസ് ചെയ്ത് യഥാർത്ഥമായിട്ട് ശക്തി നമ്മൾ സമാഹരിച്ചിട്ട്, ഇപ്പോൾ കരിയർ ഗ്രോത്തുകൾ നിശ്ചിതമായി നമുക്ക് സ്വപ്നത്തിൽ പ്രൊമോഷൻസൊക്കെ കിട്ടുന്നു, മോട്ടിവേഷൻ ഒരുപാട് ഉയരുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് സംബന്ധിച്ച ധൈര്യം നമുക്ക് വരുന്നു, റിസ്ക് സിനാരിയോ ഒക്കെ നമ്മൾ തരണം ചെയ്ത് നമ്മൾ വൈസർ ചോയ്സസ് എടുക്കുന്നു, ലൈഫിന് കറക്റ്റ് ഡയറക്ഷൻസ് കിട്ടുന്നു. പിന്നെ അതുപോലെ തന്നെ സ്വപ്നത്തിൽ നമ്മൾ പർപ്പസുകൾ കണ്ടെത്താനായിട്ട്, ലൈഫ് പർപ്പസ്, സോൾ പർപ്പസ്, പിന്നെ സ്പിരിച്വൽ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ സ്വപ്നത്തിൽ വെച്ചിട്ട് ചെയ്യുന്നു. നമ്മൾ ലോകത്തിൽ പോകണം എന്നാഗ്രഹിക്കുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ പോകുന്നു. അങ്ങനെ നമുക്ക് അതിലെല്ലാം ക്ലാരിറ്റി ലഭിക്കുന്നു, മാറ്റങ്ങൾ നമുക്ക്
അപ്പോൾ ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് സ്റ്റെബിലിറ്റിയും സെക്യൂരിറ്റിയും നമുക്ക് കൊണ്ടുവരാം, ഇന്നർ പീസിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ് നമുക്ക് വളരെ സ്ലോ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അത് പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് ക്വിക്കായിട്ടുള്ള ഫാസ്റ്റർ സ്പീഡിയർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ് യാഥാർത്ഥ്യമാക്കി നമുക്ക് വളർത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫ്യൂച്ചർ റെസ്പോൺസിബിലിറ്റീസിനെ പേടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് സ്വപ്നത്തിലൂടെ നമ്മൾ അനേക പ്രാവശ്യം കൈകാര്യം ചെയ്ത് എന്തും നേരിടാനുള്ള റെഡിനെസ്സിനകത്ത് നമുക്ക്, പിന്നെ നമുക്കൊരു ജീവിതം അൺസർട്ടൺ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ സ്വപ്നത്തിനകത്ത് നമുക്കതൊരു പ്രഡിക്റ്റബിളായിട്ട് സ്ട്രക്ചർ ചെയ്ത് നമുക്ക് വെൽ കൺട്രോൾഡ് ആയിട്ട് നമുക്കൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക മാത്രമല്ല, നമ്മൾ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുകയും കണ്ടെത്തുകയും ചെയ്യുകയും സെറ്റ് ബാക്കിനെയൊക്കെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന് പകരം ഏത് പ്രശ്നങ്ങൾ വന്നാലും അതിനെല്ലാം ഓവർകം ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ കറേജിനെ നമുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് അപ്പോൾ നമ്മുടെ ഇൻകത്തിൻ്റെ സ്ഥിരത നമ്മൾ മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു. അതിനുള്ള ഐഡിയാസ് ഓരോ ലൂസ് ഡ്രീമിങ്ങിനകത്തും വെച്ച് നമ്മൾ സ്വപ്നങ്ങൾ എടുക്കുകയും അത് എഴുതുകയും, പ്രത്യേകിച്ച് നമ്മൾ ഈ ഡ്രീം ജേണൽ എഴുതിയാണ് പോകുന്നത്. ഡേ 1 മുതൽ ഇപ്പോൾ നമ്മുടെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം ഡ്രീം ജേണൽ എഴുതിയാണ് പോകുന്നത്. അതിനകത്ത് നമുക്ക് സ്വപ്നത്തിൽ കിട്ടിയ ആശയങ്ങളെല്ലാം നമ്മൾ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു പേഴ്സണൽ ഗ്രോത്ത്, നമുക്ക് ഐഡിയൽ സെൽഫായിട്ട് നമുക്ക്, അപ്പോൾ യഥാർത്ഥത്തിലുള്ള ആക്സിലറേറ്റഡ് ഗ്രോത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ട് അതിൻ്റെ ഒരു സുരക്ഷിതം നമ്മൾ 100% സുരക്ഷിതമായിട്ട്, അപ്പോൾ ഇന്നർ സെക്യൂരിറ്റി നമ്മൾ എല്ലാ വിധത്തിലും ഒരു ഇമോഷണലായിട്ട് പോലും ഇന്നർ സെക്യൂരിറ്റി അനുഭവിച്ചുകൊണ്ട് നമുക്കിത് ചെയ്യാനായിട്ട് നിങ്ങൾ കഴിയുന്നു. നിങ്ങൾ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, ഓൾറെഡി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന അനേകം ആൾക്കാരുണ്ട്. അപ്പോൾ അവരുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് അവരോട് നമ്പറുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു ഈ പഠനം പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് കഴിയട്ടെ. ഒരുപാട് മാറ്റം മൈൻഡ് പവറിൻ്റെ എല്ലാ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിൻ്റെ എല്ലാ ടൂളുകളും നിങ്ങൾക്ക് ഇതിൽ കൂടെ ഉപയോഗിക്കാനായിട്ട് കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്.